നമ്മൾ ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും റെഡിമെയ്ഡ് ഉണ്ട്. അപ്പൊ റെഡിമെയ്ഡിന്റെ കാലഘട്ടമാണ്. അപ്പൊ പിന്നെ തലപ്പാവ് റെഡിമെയ്ഡ്. ഇപ്പൊ തലപ്പാവ് എന്ന് പറയുമ്പം അതിനൊരു പോരിശയുണ്ടല്ലോ, അതിന് ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുമ്പം അതിന് വല്ലാത്തൊരു പോരിശയുണ്ട്. ആ ഒരു പോരിശ തൊപ്പി നിൽക്കുന്ന സ്ഥാനത്ത് ഉള്ള വസ്തുക്കൾ, അപ്പൊ തൊപ്പിയുടെ സ്ഥാനത്തുള്ള വസ്തുക്കൾ, ഇങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ തലപ്പാവിന്റെ പോരിശ കിട്ടുമോ എന്ന് തന്നെ മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ഫതാവൽ കുബ്ര. അതായത് ഇപ്പൊ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുമ്പം അത് തലപ്പാവില്ലാതെ നിസ്കരിക്കുന്ന 70 നിസ്കാരത്തിന്റെ സ്ഥാനത്ത് വെക്കും എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ആ ഹദീസിലുള്ള ആ ഒരു കൂലി, ആ ശ്രേഷ്ഠത കിട്ടുക എന്ന് പറയണമെങ്കിൽ, അതിന്റെ പരിധി പറയണമെങ്കിൽ ആദ്യം പറയുന്നത് എന്താ? സാധാരണഗതിയിൽ ഉറഫ് അടിസ്ഥാനത്തിൽ തലപ്പാവ് എന്ന് പറയോ? എന്നാൽ അത് തലപ്പാവ് പറയുമെങ്കിൽ എന്തുണ്ടാകും? അതിന് ശ്രേഷ്ഠത ഉണ്ടാകും. അങ്ങനെ തലപ്പാവ് തന്നെ പറയില്ലെങ്കിൽ തലപ്പാവ് എന്ന് പറയുന്നത് കൂലി എന്തായാലും കൊടുക്കാൻ പറ്റൂലല്ലോ. അതായത് തൊപ്പിയിട്ട് നിസ്കരിച്ചാലും കൂലിയുണ്ട്, തലമറച്ചതിന്റെ കൂലി ഉണ്ടാകും. അതായത് അപ്പൊ ഈ പറയുന്നവിടെ റെഡിമെയ്ഡ് തലപ്പാവ് എന്ന് പറഞ്ഞാണ്ട് ആ കാണുന്ന തൊപ്പിയാണോ തൊപ്പി, അല്ലെങ്കിൽ തലപ്പാവ് എന്താ വെച്ചാ സാധനം അത് എന്ന് പറഞ്ഞാൽ തലമറയേണ്ടതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സുന്നത്തുണ്ട്.